നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്ക് നാശമാണ്. അറിയണേ, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്ക് നാശമാണ്. അള്ളാഹു അനുഗ്രഹമാണെന്ന് പറഞ്ഞ് നമ്മുടെ കൈവെള്ളയിലിട്ടെന്ന നമ്മുടെ രേതസ്കണത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് പോയി 9 മാസം 10 ദിവസം കഴിഞ്ഞ് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുണ്ടല്ലോ, ആ പൊന്നുമക്കളെ പറ്റി അള്ളാഹു പറഞ്ഞ നിങ്ങളുടെ അഴകാണ് സൂറത്തുൽ കഹ്ഫ്. ആ അഴകായ പൊന്നുമക്കളെ നിഅമത്താകുന്ന ഹിബത്താകുന്ന സമ്മാനമായി കിട്ടിയ ആ പൊന്നുമക്കളെ വിജയിക്കേണ്ട വിധം നമ്മൾ ഉപയോഗിക്കേണ്ട വിധം നമ്മൾ ഉപയോഗിക്കാറിരുന്നാൽ ഏതൊരു നിഅമത്തും രണ്ടാമതായിട്ട് പോകുന്നത് നാശത്തിലേക്കാണ്. എന്നതുപോലെ സന്താനങ്ങളും നാശത്തിലേക്ക് പോവുകയാണ്. അതാണ് അല്ലാഹു സൂറത്തുൽ അൻഫാലിലൂടെ പറഞ്ഞത്, വഅലമൂ അന്നമാ ഔലാദുകും ഫിത്ന. അറിയണേ, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്ക് നാശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണത്തിലൂടെ ഒരു വസ്തു നാശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശത്രുവാണ്, അത് പിന്നെ നമ്മുടെ ശത്രുവാണ്. വിശുദ്ധ ഖുർആൻ സന്താനങ്ങളുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒന്ന് അലങ്കാരമാണ്, അഴകാണെന്ന് പറഞ്ഞ ഖുർആൻ. രണ്ടാമത് നിങ്ങളുടെ നാശമാണെന്ന് പറഞ്ഞ ഖുർആൻ. മൂന്നാമത് പറയുന്നു, നിങ്ങളുടെ നാശത്തിൽ തന്നെ മക്കളെ തളച്ചിട്ടാൽ ആ മക്കൾ എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് ഒരു ചിന്തയില്ലാതെ പേരന്റ് മാതാപിതാക്കളെ മക്കളെ കയറൂരി വിട്ടുകഴിഞ്ഞാൽ അല്ലാഹു പറയുകയാണ് സൂറത്തു തഗാബുനിൽ അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ പൊന്നുമക്കൾ ആരെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹു. നിങ്ങളുടെ സന്താനങ്ങളിൽ നിലത്തു വെച്ചാൽ ഉറുമ്പരിക്കുമോ, തലയിൽ വെച്ചാൽ പേനരിക്കുമോ എന്ന് ആറ്റുനോട്ട് വളർത്തി നിങ്ങളുടെ പൊന്നുമക്കളുണ്ടല്ലോ, നിങ്ങളുടെ രേതസ്കണത്തിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഗർഭാശയത്തിൽ വന്ന് അല്ലാഹു രൂപം കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച പൊന്നുമക്കളുണ്ടല്ലോ, ആ മക്കളിൽ നിങ്ങളെ ശത്രുക്കളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടല്ല 14 മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകന്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ലൈസ അദുവുകുല്ലദീന ഖതൽതഹു കാന ലക നൂറാ വഇൻ ഖതലക ദഖൽതൽ ജന്ന. അല്ലാഹുവിന്റെ മുത്ത് പറയുകയാണ്, രണാങ്കണത്തിൽ വെച്ച് നിങ്ങളെ ഏതെങ്കിലും ഒരു ശത്രുവിനെ കൊന്നുകളഞ്ഞാൽ, നിങ്ങളുമായിട്ട് ശത്രുക്കൾ ഏറ്റുമുട്ടുമ്പോ, ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഏറ്റുമുട്ടുന്ന പോരാട്ടത്തിന്റെ രണഭൂമിയിൽ വെച്ച് നിങ്ങളുമായിട്ട് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോ അവരെ നിങ്ങളെങ്ങാനെ കൊന്നുകളഞ്ഞാൽ നാളെ പ്രകാശമാണ് പരലോകത്ത് നിങ്ങൾക്ക്. ആ കൊല കാരണം നിങ്ങൾക്ക് നാളെ അല്ലാഹുവിന്റെ പ്രകാശം നിങ്ങൾക്ക് പരലോകത്ത് കിട്ടുന്നതാണ്. അവൻ നിങ്ങളെ തിരിച്ചു കൊന്നു കഴിഞ്ഞാലോ, നിങ്ങൾ അവനെയല്ല കൊന്നത്, അവൻ നിങ്ങളെയാണ് കൊന്നതെങ്കിലോ നീ സ്വർഗപ്രവേശനം നേടുന്നവനാണ്. രക്തസാക്ഷി സ്വർഗത്തിലല്ലേ? പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൗമോപരിതലത്തിൽ വെച്ച് പടച്ച തമ്പുരാന് ജീവിതം സമർപ്പിച്ച ഒരു രക്തസാക്ഷി നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തില് പച്ചപ്പനം തട്ടയുടെ ഉള്ളറകളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ആത്മാക്കളായി അല്ലാഹുവിന്റെ സ്വർഗത്തില് പാറിക്കളിച്ചിട്ട് വൈകുന്നേരമാകുമ്പോ അർശിന്റെ താഴ്ഭാഗത്ത് തൂക്കപ്പെട്ട വിളക്കുമാടത്തിൽ വന്ന് അഭയം പ്രാപിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ രക്തസാക്ഷിയായി നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന ഒരു ശത്രുവുണ്ടല്ലോ നിങ്ങളുടെ രണാങ്കണത്തില്. അവനെ നിങ്ങൾ കൊന്നാ നിങ്ങൾക്ക് നാളെ പരലോകത്ത് പ്രകാശമാണ്, അവൻ നിങ്ങളെ കൊന്നാലോ നിങ്ങൾക്ക് സ്വർഗമാണ്. അങ്ങനെയുള്ള രണാങ്കണത്തിൽ നിങ്ങളുടെ മുഖാമുഖം നിൽക്കുന്ന ശത്രുവല്ല യഥാർത്ഥ ശത്രു. പിന്നെ ആരാണ് യഥാർത്ഥ ശത്രുവെന്ന് റസൂലുള്ള പരിചയപ്പെടുത്തുകയാണ്. നിന്റെ ഏറ്റവും വലിയ ശത്രു ആരെന്നറിയോ? അല്ലദീ ഖറജ മിൻ സുൽബിക. നിന്റെ രേതസ്കണത്തിൽ നിന്ന്, നിന്റെ നട്ടെല്ലിൽ നിന്ന് പുറത്തു വന്ന നിന്റെ പൊന്നുമോനാണ്, പൊന്നുമോളാ. ഇതെന്റെ വാക്കല്ല സഹോദര. അല്ലാഹുവിന്റെ ഹബീബ് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അവിടുത്തെ അതരത്തിൽ നിന്ന് തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വന്നിട്ടില്ല. ഈ സന്ദേശവാഹകന്, വഹയിന്റെ സന്ദേശ നായകന് ഒരക്ഷരം പോലെ കളവ് പറഞ്ഞിട്ടില്ല. ആ നിലയിൽ ലോകത്തിൽ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സത്യസന്ധമായ വാക്കുകൾ വചനങ്ങളായി, ആ വചനങ്ങളെ ലോകത്ത് ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് മിടിമുഴക്കം പോലെ കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ്, നിന്റെ ഏറ്റവും വലിയ ശത്രുവെന്ന് പറയുന്നത് നിന്റെ നട്ടെല്ലിൽ നിന്ന് പുറത്തേക്ക് വന്ന നിന്റെ സന്താനമാണ്.
നിന്റെ നട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്ന നിന്റെ സന്താനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, മക്കൾ അല്ലാഹ് തന്ന നിഅമത്താണ്. ആ മക്കള് 3 സൈസായിട്ട് അല്ലാഹ് പരിചയപ്പെടുത്തി. ഒന്ന്, നിനക്ക് അലങ്കാരമാണ്, അഴകാണ്. അതിന് നേരായ വണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ നിന്റെ നാശമാവും. ആ നാശത്തിൽ തന്നെ നിന്റെ മോനോ മോളോ തുടർന്നു പോയാൽ നിന്റെ ശത്രുവാകും. ഇത് 3 ഖുർആന്റെ ഭാഷയാണ്. ഇത് 3 ഖുർആന്റെ ഭാഷയാണ്. എന്തുകൊണ്ടെന്നറിയോ? ഈ കാലഘട്ടത്തിലുള്ള ഇതിനെന്താ പ്രശ്നം സംഭവിച്ചത്? ഇനി ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് മക്കളെ പറ്റി, അത് ഞാൻ പിന്നീട് പറയാം. ഇനി ഖുർആൻ മക്കളെ പറ്റി വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. തൽക്കാലം ആ പ്രിയപ്പെട്ട സന്താനങ്ങളെ നമ്മൾ ഏത് നിലയിലാണ് നാം അവരെ സഞ്ചരിപ്പിക്കേണ്ടത് എന്ന ബോധത്തോടുകൂടി നേരായ വഴി വെട്ടിത്തെളിച്ചു കൊടുത്താൽ ആ കുട്ടികൾ നേരെ പോകും. എങ്ങോട്ടാ പോകുന്നത്? 4ാമത് മക്കളെ പറ്റി പറഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് തിരിയും. ഇനി അതല്ല, അവർക്ക് നല്ല വഴി തെളിച്ചു കൊടുത്തില്ലെങ്കിൽ ആ കുട്ടികൾ ഏതൊരു അനുഗ്രഹം, ഇപ്പൊ പഞ്ചസാര അഴകാണ്, കുറെ കൂടിയ നാശമായതുപോലെ മക്കളും നാശമാകും. വിശുദ്ധ ഖുർആൻ അങ്ങനെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുമ്പോ ശത്രുവാകും. അതും ഖുർആൻ പറഞ്ഞു. ഇത് 3 ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ ഹ്രസ്വമായ നിലയിൽ വിവരിച്ചിട്ടുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ പ്രശ്നം? നമ്മുടെ മക്കൾക്ക് എന്തിന്റെ കുറവാണ്? ഈ കാലഘട്ടത്തിന്റെ ചുവരെടുത്ത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സന്താനങ്ങൾക്ക് എന്ത് കുറവാണ്. എന്താ കുറവെന്നറിയോ? നിങ്ങൾ നന്നായിട്ട് കേട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ, അഴകായ മക്കൾ, നാശത്തിലേക്കും അവിടെ നിന്ന് ശത്രു എന്ന ഏറ്റവും വലിയ ഒരു ശത്രുവായി നമ്മുടെ മക്കൾ മാറുന്നതിന്റെ കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ കാരുണ്യത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ ജേതാവ്, നേതാവ്, നമ്മുടെ കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ തുടിപ്പായ കണ്ണിലെ കൃഷ്ണമണിയായ നമ്മുടെ വികാരം, നമ്മുടെ വിചാരം നബി മുഹമ്മദ് മുസ്തഫ, വെള്ളിയാഴ്ച രാവാണ്, സ്വലാത്ത് അമൃതാണ്. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവന്റെ ജീവനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഇന്നല്ലാഹ യബ്ഗളു കുല്ല ജഅലരിൻ ജവാലിൻ സഖാബിൻ ബിൽ അസ്വാഖ് ജീഫത്തിൻ ബിൽ ലൈലി വഹിമാരിൻ ബിൻ നഹാർ ആലിമിൻ ബി അംരി ദുനിയാ വജാഹിലിൻ ബി അംരിൽ ആഖിറ. ഈ കാലഘട്ടത്തിൽ അല്ലാഹു അഴകെന്ന് പറഞ്ഞ സീനത്തുൽ ഹയാത്ത് എന്ന് പറഞ്ഞ സന്താനങ്ങൾ എവിടെയാണ്? ഫിത്ന എന്ന നാശത്തിലൂടെ നിങ്ങളുടെ ശത്രുവാണ് അദുവല്ലക്കുമെന്ന് തഗാബുൻ പറഞ്ഞ ശത്രുതയിലേക്ക് യാത്ര ചെയ്തതെന്നറിയോ? അതിനുള്ള പ്രധാന കാരണം ഇതാ. നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണ്ട വാപ്പാ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണ്ട പ്രിയപ്പെട്ട ഉമ്മ. എത്രയോ നമ്മൾ വളർത്തിയെടുക്കാൻ, എന്ത് പ്രയാസപ്പെട്ട് നമ്മൾ വളർത്തിയെടുക്കാൻ. ആ പ്രിയപ്പെട്ട മക്കളെ പറ്റിയിട്ട് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇന്നല്ലാഹ യബ്ഗളു, അല്ലാഹുവിന് ദേഷ്യമാണ്, അവന് വല്ലാത്ത വെറുപ്പാണ്, അവന് വല്ലാത്ത ക്രോധമാണ്. ആരോടെന്നറിയോ? കുല്ല ജഅലരീന ജവാലിന സഖാബിൻ ബിൽ അസ്വാഖ്. നബി തങ്ങൾ പറയുന്നു, കുല്ല ജഅലരീന, കടുത്ത പ്രകൃതിക്കാരോട് അല്ലാഹുവിന് ദേഷ്യമാണ്. ഇന്ന് നമ്മുടെ മക്കള് കടുത്ത പ്രകൃതിക്കാരാ. നാട്ടിലേതെങ്കിലും പള്ളിയിലെ കാരണവരായ ഒരു പിതാവ് നമ്മുടെ മകനെ ഉപദേശിച്ചാൽ ആ പ്രിയപ്പെട്ട മക്കൾ ആ പിതാവിന്റെ നേരെ വിരൽ ചൂണ്ടുകയാ. നമുക്കൊന്ന് ഉറക്കെ സംസാരിക്കാൻ കഴിയില്ല, നമുക്ക് നന്നായിട്ടൊന്ന് ഉപദേശിക്കാൻ കഴിയില്ല. ആ പ്രിയപ്പെട്ട മക്കള് നമ്മളുടെ നേരെ ചീറി കടിക്കുന്ന രൗദ്രതയുള്ള ഒരു കാട്ടുമൃഗത്തെ പോലെ ചീറിയെടുക്കുകയാണ്. ഇന്നൊരു കാര്യവും നമ്മുടെ മക്കളോട് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം എന്തെന്നറിയോ? ആ മക്കളുടെ സ്വഭാവം കടുത്ത പ്രകൃതിയായി പോയി. ആ കടുത്ത പ്രകൃതിയുള്ള മക്കളോട് അല്ലാഹുവിന് വല്ലാത്ത വെറുപ്പാണ് എന്ന് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അത് കഴിഞ്ഞിട്ട് ആ മക്കളുടെ സ്വഭാവം വിശദീകരിക്കുകയാണ്. ജവാൽ, ആ മക്കള് തീറ്റ പ്രിയക്കാരാ. ആ മക്കള് തീറ്റ പ്രിയക്കാരാണ്. എപ്പ
എത്ര തിന്നാലും തിന്നാലും ആ മക്കൾക്ക് മതി വരില്ല. ആലോചിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ട ഉമ്മ, വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നത് മക്കളൊന്ന് കുറവാ. അവർക്ക് വേണ്ടത് കുഴിമന്തിയാണ്, അവർക്ക് നാട്ടിലെ ഭക്ഷണമാണ് വേണ്ടത്. ആ വീടുകളിൽ നിന്ന് രുചികരമായ ഭക്ഷണം ഉമ്മ പാകം ചെയ്തു വെക്കുമ്പോ അത് കഴിക്കാതെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് കൂട്ടുകാരോടൊപ്പം പാതിരാത്രികളിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന മക്കള്, ആ മക്കളോട് വല്ലാത്ത ദേഷ്യമാണ് അല്ലാഹുള്ളത്. തീരുന്നില്ല സഹാബിൻ ബിൽ അസ്വാഖ്, മാർക്കറ്റിലെ ബഹളമുണ്ടാക്കുന്ന മക്കളാണ്, കമ്പോളത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മക്കളാണ്, എവിടെ പോയാലും തല്ലുണ്ടാക്കുന്ന മക്കളാണ്. വാപ്പ സ്റ്റേഷനിൽ കയറി ജാമ്യമെടുത്ത് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ആ മക്കള് കാരണം വല്ലാതെ പൊറുതിമുട്ടുന്ന ഉപ്പ, നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെ പിന്നിലും നിന്റെ മോനാണ്. അവന് നാട്ടിലെ ക്രിമിനലാണ്, അവന് കഞ്ചാവിന്റെയും MDMന്റെയും പിറകെയാണ്. ആ മകൻ കാരണം നാട്ടുകാർ ഒരുപാട് പ്രയാസത്തിലാണ്. നാട്ടിലെ പെണ്ണുങ്ങൾ പോലും ഓടി ഒളിക്കുകയാണ്. ഏറ്റവും വലിയ ക്രിമിനലായി നാട്ടിലൊരു മോഷണം നടന്നാ നിന്റെ മോനെ തിരക്കി പോലീസ് വരുന്നു. ഒരു അടിയുണ്ടായാ നിന്നെ തിരക്കി നിന്റെ മോനെ തിരക്കി പോലീസ് വരുന്നു. അങ്ങനെയുള്ള മക്കള് അള്ളാന്റെ മുത്തു പറയുകയാണ്, അവരോട് വല്ലാത്ത ദേഷ്യമാണ്. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? ജീഫത്തിൻ ബില്ലൈലി, രാത്രി വൈകി വീട്ടിൽ വന്നാൽ ജീഫത്തിൻ ബില്ലൈലി, ശവത്തെ പോലെ കിടന്നുറങ്ങുകയാ, ശവത്തെ പോലെ അവനെ കിടന്നുറങ്ങുകയാ എന്ന് പറഞ്ഞ സുബഹിന്റെ ബാങ്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കത്തെക്കാൾ കരണീയം അഭികാമ്യം നിസ്കാരമാണെന്ന് വിളി വരുമ്പോ വിജയത്തിലേക്ക് നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ ആ വിളിക്കുത്തരം കൊടുക്കാതെ ഒരു ശവത്തെ പോലെ ഡെഡ് ബോഡി കിടക്കും പോലെ ആ മകന് വീട്ടിൽ കിടന്നുറങ്ങുകയാ. തീരുന്നില്ല ഹിബാരിം ബിന്നഹാർ, അവന് പകല് പണിക്ക് പോകുന്നുണ്ട്. കാരണം എന്തെന്നറിയോ? അവന് തിന്നാൻ പണം വേണം, അവന് കൂട്ടുകാരോടൊപ്പം കള്ളു കുടിക്കാൻ പൈസ വേണം. അതുകൊണ്ട് അവന് എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകുന്നുണ്ട്. ഏത് പണിക്ക് പോയാലും ഹിമാരിം ബിന്നഹാരി, കഴുതയെ പോലെ പണിയെടുക്കുന്നു പകല് നേരങ്ങളില്, കഴുതകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പകലില്. രാത്രി വന്നിട്ട് ശവത്തെ പോലെ കിടന്നുറങ്ങുന്നു. അവൻ നാട്ടിൽ മുഴുവൻ പ്രശ്നക്കാരനാണ്, കമ്പോളത്തില് ബഹളമുണ്ടാക്കുന്നവനാണ്, അവൻ തീറ്റപ്രിയക്കാരനാണ്, അവന് കടുത്ത പ്രകൃതിക്കാരനാണ്. അങ്ങനെയുള്ളവനോട് അള്ളാഹുവിന് ദേഷ്യമാണ്. ഇത് പറഞ്ഞിട്ട് ഇതിന്റെ ബേസായ കാരണം അല്ലാഹുവിന്റെ മുത്തു പറഞ്ഞത് എന്തെന്നറിയോ? ആലിമിൻ ബി അംരി ദുനിയാ, ദുനിയാവിന്റെ എല്ലാ വിവരവും അവനുണ്ട്. ഒരു മൊബൈൽ അങ്ങോട്ട് കയ്യിൽ കൊടുത്താൽ ഈ പള്ളിയിലെ മഹല്ലത്തിലെ ഖതീബ് ഉസ്താദിനെയും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും മുസാഫഹ ചെയ്ത് ഹസ്തദാനം ചെയ്ത് ഷേക്ക് ഹാൻഡ് കൊടുത്തു നിൽക്കുന്നതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അവന് പ്രാവീണ്യമുണ്ട്, അവന് നല്ല നോളജാണ്, അവന് നല്ല തലച്ചോറാണ്. ദുനിയാവിന്റെ എല്ലാ വിഷയങ്ങളിലും അവൻ അഗ്രഗണ്യനാണ്. പക്ഷേ വജാഹിലിൻ ബി അംരിൽ ആഖിറ, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പറയുകയാണ്, അവന് വുളുവിന്റെ ഫർള് അറിയില്ല, അവന് നിസ്കാരത്തിന്റെ ശർത്ത് അറിയില്ല, അവന് അബആൽ സുന്നത്ത് അറിയില്ല, അവന് ഹൈആത്ത് സുന്നത്ത് അറിയില്ല, അവന് വുളു മുറിയുന്ന കാര്യങ്ങൾ അറിയില്ല, അവന് ഉമ്മയോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല, മുതിർന്നവരോട് എങ്ങനെ കാണിക്കണമെന്നറിയില്ല, ചെറിയവരോട് എന്ത് കാണിക്കണമെന്നവനറിയില്ല. ജാഹിലിൻ ബി അംരിൽ ആഖിറ, ആഖിറത്തെ പറ്റിയിട്ട് അവന് ജ്ഞാനമില്ല, അവന് വിവരമില്ലാത്ത പമ്പര വിഡ്ഢിയാണ്. അവനോട് അല്ലാഹുവിന് ദേഷ്യമാണെന്ന് ലോകത്തിന്റെ അജയ്യനായ അമരക്കാരൻ മുഖ്ബിർ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ കാലഘട്ടത്തിലല്ലേ നമ്മളുള്ളത്. നമ്മുടെ മക്കളല്ലെന്ന് വെച്ചോ, ആരാന്റെ മക്കളെ കൂട്ടിക്കോ. നിങ്ങളൊന്ന് ശാന്തമായിട്ട് ഇന്നത്തെ ന്യൂ ജനറേഷന്റെ മക്കളെ നിങ്ങളൊന്ന് മനസ്സിരുത്തി നിങ്ങളൊന്ന് വിലയിരുത്തിയേ.
ആലോചിച്ച് നോക്ക്. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ മക്കൾ കടുത്ത പ്രകൃതിക്കാരനാണ്. ഏതെങ്കിലും ഒരു വാപ്പാക്ക്, ഏതെങ്കിലും ഒരു കാരണവർക്ക് പള്ളിയുടെ മുറ്റത്ത് നിന്ന് ബഹളം വെക്കുന്ന മക്കളോട് മിണ്ടാതിരിക്കടാന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല. പോയി പണി നോക്കടാന്ന് പറയും ആ മക്കളെ മുഖത്ത് നോക്കിയിട്ട്. കാരണം കടുത്ത പ്രകൃതിക്കാരാ. എന്താ അതിന്റെ കാരണം? ആ മക്കൾ വല്ലാതെ വാരി വലിച്ച് തിന്നുന്ന മക്കളാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുക്കാം, നല്ലതാണ്, അവര് കഴിക്കട്ടെ. പക്ഷേ കഴിക്കുന്ന സമയം കഴിഞ്ഞിട്ടും പാതിരാത്രികളിൽ തുറന്നു വെച്ചിരിക്കുന്ന കടകളിൽ ചെന്ന് കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വലിയ കടക്കാരനായി കടം വീട്ടാൻ നേരം വെളുത്ത് പണിയെടുക്കുന്ന ഒരു ജനറേഷന്റെ പിതാക്കന്മാരായി മാതാക്കളായി നമ്മൾ മാറുന്നു. ചിന്തിച്ചു നോക്ക്. ആ പ്രിയപ്പെട്ട മക്കൾ ഒരുപാട് കഴിക്കുന്നു എന്ന് മാത്രമല്ല, കമ്പോളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ രാത്രി വീട്ടിൽ വന്നാൽ ഒരാളോട് മിണ്ടില്ല, ഉമ്മയോട് സുഖവിവരം ചോദിക്കില്ല, വാപ്പയോട് സ്നേഹത്തോടെ സംസാരിക്കില്ല, അനുജത്തിയോട് അനുജനോട് അനുകമ്പ, ദയ, കാരുണ്യം, ആർദ്രത ഇതൊന്നുമില്ല. അവൻ വന്നിട്ട് ജീഫത്തിൻ ബില്ലയിലി ഒരൊറ്റ ഉറക്കം ശവത്തെ പോലെ. സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കൂല. ഹിമാരിൻ ബിന്നഹാരി, നേരം വെളുത്താൽ ഒരു കഴുതയുടെ സ്വഭാവം പോലെയാണ് അവനുള്ളത്. പണിയെടുക്കുന്നതും കഴുതയെ പോലെ. അവൻ പണിയെടുക്കും വേണ്ടി വന്നാൽ കഴുതയെ പോലെ പകലും ശവത്തെ പോലെ രാത്രിയും കമ്പോളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരുപാട് തീറ്റപ്രിയക്കാരനായ കടുത്ത പ്രകൃതിക്കാരന്റെ പ്രശ്നം എന്താണ്? ആലിമിൻ ബി അംരി ദുനിയാ, ദുനിയാവിന്റെ സകല പ്രശ്നങ്ങളെ പറ്റിയും അവന് ജ്ഞാനമുണ്ട്, എല്ലാം അവനറിയാം. അവനോട് എന്ത് ചോദിച്ചാലും ദുനിയാവിന്റെ എല്ലാ മറുപടിയും അവൻ തരും. പക്ഷേ ജാഹിലിൻ ബി അംരിൽ ആഖിറ, ആഖിറത്തെ പറ്റി ഒരു വസ്തുവും അവൻ അറിയില്ല. അതുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട മക്കൾ എന്തായി പോയത്? അഴകായ മക്കൾ എന്തായി? നാശമായി. ആ നാശത്തിൽ നിന്ന് ആ മക്കൾ നിന്റെ ശത്രുവായി മാറി. ഖുർആനല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ സന്താനങ്ങളെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. നാലാമത് ഖുർആൻ പറഞ്ഞ മക്കൾ എങ്ങനെയാണെന്ന് നിങ്ങൾ വിലയിരുത്തണം. അതിന് വാപ്പമാരാ ചില ആളുകൾ വന്നിട്ട് പറയും, ഇബ്രാഹിം നബിയുടെ കഥ കേട്ടിട്ട് വന്നിട്ട് പറയും, ഇസ്മായിൽ നബിയുടെ കഥ കേട്ടിട്ട് പറയും, ഉസ്താദേ എന്റെ മോൻ ഇസ്മായിൽ ആവുന്നില്ലല്ലോ, എന്റെ മകൻ ഇസ്മായിൽ ആകാൻ വേണ്ടി നിങ്ങൾ ദുആരക്കിൻ, എന്റെ ഭാര്യ ഹാജരാവാൻ വേണ്ടി നിങ്ങൾ ദുആരക്കിൻ. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മകൻ ഇസ്മായിൽ ആകണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളുടെ ഭാര്യ ഹാജരാവലാണ്. നിങ്ങളുടെ ഭാര്യ ഹാജരാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇബ്രാഹിം ആകണം. നിങ്ങൾക്ക് ഇബ്രാഹിം ആകാനും വയ്യ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഹാജരാകാനും വയ്യ, പിന്നെ മക്കളൊക്കെ ഇസ്മായിൽ ഇസ്ഹാഖും ആകണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു പിതാവ് തന്റെ മകനെ കൈപിടിച്ചുകൊണ്ട് വരികയാണ്. പിതാവ് മകനെ കൈപിടിച്ചുകൊണ്ട് വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്റെ മകൻ അനുസരണം കെട്ടവനാണ്, ഒരുത്തം കെട്ടവനാണ്, ഇവനൊന്ന് നന്നാക്കി തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിലാണ് പെട്ടത്. ഏറ്റവും വലിയ ധീരനായ വീരനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ അകപ്പെട്ട ആ പ്രിയപ്പെട്ട കുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ആലിലെ പോലെ വറയ്ക്കാൻ തുടങ്ങി. പക്ഷേ സർവ്വധൈര്യവും സംഭരിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ ഉമർ തങ്ങളെ, വാപ്പാക്ക് മക്കളോട് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? വാപ്പാക്ക് മക്കളോട് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. എന്താണത്? അവൻ പറഞ്ഞു, ഒന്നാമതായിട്ട് നല്ല ഉമ്മയെ കൊടുക്കണം. ഉമ്മ, നല്ല ഉമ്മയെ തെരഞ്ഞെടുക്കണം. രണ്ടാമത്തേത്, അവന് നല്ല പേരിട്ട് കൊടുക്കണം, നല്ല പേരിട്ട് കൊടുക്കണം. മൂന്നാമത്തേത്, വയുഅല്ലിമുഹുൽ കിതാബ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് മൂന്നും ഒരു വാപ്പാക്ക് മക്കളോടുള്ള ബാധ്യതയാണ്. അപ്പൊ ഈ മകൻ ചോദിച്ചു, എന്റെ തങ്ങളെ, ഉമർ തങ്ങളെ, എന്റെ ഉമ്മ നല്ല സ്ത്രീയല്ല, എന്റെ ഉമ്മ നല്ല സ്ത്രീയല്ല, എനിക്ക് നല്ലൊരു ഉമ്മയെ തന്നിട്ടില്ല. രണ്ടാമത്തേത് സമ്മാനി ജുഅല, ഈ വാപ്പ എനിക്ക് പേരിട്ടത് ജുഅല എന്നാണ്. ജുഅല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കരിവണ്ട്. എനിക്ക് പേരിട്ടത് ജുഅല എന്നാണ്. മാത്രമല്ല ഒരക്ഷരം ഇന്ന് വരെ ഖുർആനിൽ നിന്ന് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാപ്പയോട് പറഞ്ഞു, നീ ആദ്യം മര്യാദ പഠിക്കടാ നോക്കിയോടാന്ന് പറഞ്ഞു മുമ്പിൽ നിന്ന്. മകൻ കുരുത്തം കെട്ടവനാണെന്ന് പറഞ്ഞ് പരിഭവത്തിന്റെ പാണ്ടക്കെട്ടടിച്ചു വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിലേക്ക് വന്ന പിതാവിനെ വന്ന വഴിയെ ഓടിച്ചു വിട്ട ധീരനായ നേതാവ് തന്റെ പ്രിയപ്പെട്ട മകന് വാപ്പ കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കാര്യവും വാപ്പ കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് വാപ്പയെ തിരിച്ചുവിട്ടു. ആദ്യം നീ മര്യാദ പഠിക്കെന്ന് പറഞ്ഞു വിട്ടു. നമ്മളെ ബാധ്യത എന്താ? നല്ല പേരിടുന്നത് അവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമാണ്. നല്ലതിൽ നിന്നേ നല്ലത് മുളയ്ക്കുള്ളൂ. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. പക്ഷേ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മുടെ സന്താനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഇന്നുവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം ആ മക്കളെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വേറൊരു ആംഗിളിലാണ്. അതാണ് നാലാമതായി മക്കളെ പറ്റി ഖുർആൻ പറഞ്ഞത്. ഇതുവരെയും പറഞ്ഞത് ഒരക്ഷരം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു വാപ്പ ഉമ്മ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുത്തിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത പേരിട്ട് കൊടുക്കുന്നു, അർത്ഥം പോലും നോക്കാതെ. നിങ്ങൾക്കറിയോ, പേരും ഇസ്മും മുസമ്മയും തമ്മിൽ ബന്ധമുണ്ട്. പേരും പേരിടപ്പെട്ട വ്യക്തിയും തമ്മിൽ ബന്ധമുണ്ട്. അതേ സ്വഭാവം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കറാമത്ത് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് കറാമത്ത് അംഗീകരിക്കുന്ന ഒരു സമൂഹത്തോടെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ മായാവി കഥ എന്ന് പറഞ്ഞ് തള്ളും. നിരീശ്വരവാദികളോട് പറയാൻ പറ്റില്ല. അവര് നാളെ ഇത് വെട്ടി ചാനലില് അവർക്ക് വൈദ്യപ്പിഴപ്പിനുള്ള വക കണ്ടെത്തും. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യനോട് പേര് ചോദിച്ചപ്പോ തീയുമായി ബന്ധപ്പെട്ട പേരാ പറഞ്ഞത്. ശിഹാബ് തീക്കൊള്ളി. അദ്ദേഹത്തിന്റെ വാപ്പാടെ പേര് ചോദിച്ചപ്പോഴും തീയുമായി ബന്ധപ്പെട്ടത്. സ്ഥലം ചോദിച്ചപ്പോ തീയുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ ചോദിച്ച 5 ചോദ്യങ്ങൾക്കും അഗ്നിയുമായി ബന്ധപ്പെട്ട പേര് മറുപടി കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിന്റെ വീട് തീ കത്തിയിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അയാൾ ഓടിച്ചെന്ന് വീട്ടിലെത്തുമ്പോഴേക്ക് വീടും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല. പേര് നല്ല പേരിട്ട് കൊടുക്കണം. ആ പേരിട്ട് കൊടുക്കേണ്ടത് വാപ്പയുടെ ഉമ്മയുടെ ബാധ്യതയാണ്. അതോടൊപ്പം മക്കളെ ഇതുപോലത്തെ ശുഭവസ്ത്രധാരികളായി മദ്രസയിൽ ചേർത്ത് പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ ആ മക്കൾ അലങ്കാരമായി അല്ലാഹു തന്ന മക്കൾ നാശത്തിലൂടെ ആ മക്കൾ ഏറ്റവും വലിയ ശത്രുക്കളായി മാറും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ഖുർആൻ പറഞ്ഞ നാലാമത് എന്താണെന്നറിയോ? മക്കളെ പറ്റി നാലാമതായിട്ട് അള്ളാഹു പറഞ്ഞത്, 1 അലങ്കാരമെന്ന് പറഞ്ഞു, 2 നാശമെന്ന് പറഞ്ഞു, 3 ശത്രുവെന്ന് പറഞ്ഞു. അതിന്റെ ബേസ് ആയിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു, ഒരക്ഷരം മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാത്തതാണ് കാരണമെന്ന്. എന്നാൽ ആ മക്കൾക്ക് നല്ല തസ്കിയത്ത് കൊടുത്ത് തർബിയത്ത് കൊടുത്ത് ആ മക്കളെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ച് അവരെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച് ഹന്നാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മമാരെ കേൾക്കണം. ഹന്നാ ബീബി റളിയല്ലാഹു തആല തന്റെ പൊന്നുമോള് മറിയമിനെ ആരെയാണ് ഏൽപ്പിച്ചത്? വഖഫലഹാ സക്കരിയ. സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുകയാണ്. ആരാ സക്കരിയ നബി? ഹന്നാ ബീവിയുടെ സഹോദരിയുടെ ഭർത്താവാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമാണ്, മുദരിസാണ്. ആ മറിയം ബീവിയെ ഹന്നാ ബീവി ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചപ്പോൾ ആ മറിയം ബീവി പിൽക്കാലത്ത് ഖുർആനിൽ ഒരേ ഒരു അധ്യായം ഒരു വനിതയുടെ പേരിലുണ്ടെങ്കിൽ ആ വനിതയായി ബീബി മറിയം റളിയല്ലാഹു അൻഹ എത്തപ്പെട്ടു എന്ന് മാത്രമല്ല, മദീനയുടെ മുന്നിലെ മസ്ജിദുൻ നബവിയുടെ മുന്നിലെ മണലിൽ റസൂലുള്ള 4 വിരലുകൾ കൊണ്ട് വര വരച്ചു. ഖിൻസറും ബിൻസറും മുസ്തയും മുസബ്ബിഹ വിരൽ കൊണ്ട് 4 വര വരച്ചു. ആ 4 വരയിൽ ചൂണ്ടിയിട്ട് ഒന്നാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഹാദിഹി ഖദീജ. രണ്ടാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഹാദിഹി ഫാത്തിമ. മൂന്നാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഹാദിഹി ആസിയ. നാലാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഹാദിഹി മറിയം. ഈ 4 പേര് സയ്യിദത്തുൻ നിസാഇ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നേതാക്കന്മാരാണ്. സ്വർഗത്തിലെ 4 നേതാക്കന്മാര് സ്ത്രീകൾക്ക്. ആ സ്ഥാനത്തേക്ക് മറിയം ബീവി വളർന്നു. എന്താ കാര്യം? പ്രസവിച്ച ഉടനെ മറിയം ബീവിയെ ഹന്നാ ബീവി എന്താ ചെയ്തത്? കൊണ്ടുവന്ന് മദ്രസയിലാക്കി. ഏത് മദ്രസ? ബൈത്തുൽ മുഖദ്ദസ്. ആരാ മദ്രസ മുഅല്ലിം? സക്കരിയ നബി. ആലോചിച്ചു നോക്കിയേ, എന്തോ ഒരു കറാമത്ത സക്കരിയ നബിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറിയം ബീവി കാണിച്ചത്. ആ നിലയിലും മക്കളെ പഠിപ്പിക്കേണ്ട വിധം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ ആരാകുമെന്നറിയോ? അഴകുന്നതിനപ്പുറത്ത്
നാശമാകാതെ ശത്രുവാകാതെ നാലാമത് മക്കളെ പറ്റി ഖുർആൻ പറഞ്ഞ ആ കോലത്തിലേക്ക് മക്കൾ മാറും. അതേതാണ്? സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹ് പറയുകയാണ്, നാലാമതായിട്ട് സന്താനങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. സന്താനങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞത് ഖുർറത്തു ഐൻ, കണ്ണിന് ആനന്ദം, കണ്ണിന് കുളിർമ. കണ്ണിന് ആനന്ദമാണ്, കണ്ണിന് കുളിർമയാണ്. സന്താനങ്ങൾ നാശമാകല്ലേ ഉമ്മ, സന്താനങ്ങൾ ശത്രുവാകല്ലേ. ആ സന്താനങ്ങൾ കണ്ണിന് ആനന്ദമാകണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയുൻ. എന്റെ സന്താനത്തെ നീ കണ്ണിന് കുളിർമയാക്കി തരണേ തമ്പുരാനെ. എന്റെ സന്താനം എന്റെ അഴകിനപ്പുറം, എന്റെ സന്താനം എനിക്ക് നീ നൽകിയ സന്താനം നാശമാകുന്നതിനപ്പുറം, എന്റെ സന്താനം എന്റെ ശത്രുവാകുന്നതിനപ്പുറത്ത് പടച്ച റബ്ബേ എന്റെ മക്കളെ നീ എനിക്ക് കണ്ണിന് കുളിർമയാക്കി തരണമേ എന്ന് ദുആ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ മക്കളെ പറ്റി ഖുർആൻ പറഞ്ഞ നാലാമതൊരു ഭാഗമാണ് കണ്ണിന് ആനന്ദം എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ 4 മക്കൾ സയ്യിദുൽ ഉലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഇവിടെ സനദ് വാങ്ങി. ഈ 4 മക്കളെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത്, ജാമിഅ അൻവാറുശ്ശേരിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ഉസ്താദും അവിടുത്തെ ദീർഘകാലത്തെ ആ വിദ്യാർത്ഥിയും അതിനുശേഷം അവിടുത്തെ അധ്യാപകനുമൊക്കെ ആയിരുന്നതാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു വലിയ പ്രഭാഷണം കാഴ്ചവെച്ചത് അൻവാറുശ്ശേരിയിൽ പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അവറുകൾ നേതൃത്വം നൽകുന്ന ജാമിഅ അൻവാറിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വലിയ പരിപാടിയിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരുടെ മകന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ വീഡിയോ കോൺഫറൻസിലൂടെ ഒരു വലിയ സന്ദേശം അദ്ദേഹം കൈമാറി. ബഹുമാനപ്പെട്ട മൗലാന നജീബ് മമ്പാട് ഉസ്താദ് അവറുകൾ വന്നു. ഷെയ്ഖുന കെ പി ഉസ്താദ് അവറുകൾ നിറസാന്നിധ്യമായിരുന്നു. ആ സദസ്സ് വളരെ നിബിഡമായ സദസ്സിൽ തങ്ങൾ ഉസ്താദ് വളരെ കാര്യമായിട്ട് പ്രസംഗിച്ചു. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള മഹത്തുക്കളായ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് ഒരു സനദ് ഒരു മകന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ രക്ഷകർത്താക്കളുടെ മനസ്സിനകത്ത് എന്തുമാത്രം സന്തോഷമുണ്ടാകും. ഈ 4 മക്കൾ ശുഭവസ്ത്രധാരികളായ 4 മക്കൾ തലപ്പാവ് ധരിച്ച് അവർക്ക് നൽകിയ സ്ഥാനവസ്ത്രം ധരിച്ച് ഈ സനദ് വാങ്ങി ആ പ്രിയപ്പെട്ട മക്കൾ ചരിത്രത്തിന്റെ ഭാഗമായി ചേരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ മക്കൾക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മ. കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ടാവും. ആ പ്രിയപ്പെട്ട വാപ്പയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിട്ടുണ്ടാകും. കാരണം ഇത്രയും വലിയ ആനന്ദം വേറെ നേടാനില്ല. അതാണ് പറഞ്ഞത്, കണ്ണിന് ആനന്ദമായി, കണ്ണിന് കുളിർമയായി സന്താനങ്ങൾ മാറണം. ആ സന്താനങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു നിലയിലേക്ക് പ്രിയപ്പെട്ട സന്താനങ്ങൾ മാറാൻ അള്ളാഹുവിന്റെ ഖുർആന് പരിചയപ്പെടുത്തിയത് മതപരമായ ബോധം കൊടുക്കലാണ്. ഈ മക്കൾക്ക് ഒരുപക്ഷെ ഇവിടെ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റാണ്, അതിന്റെ ചാവിയാണ് കൈമാറിയതെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹോളിവുഡിന്റെയോ മോളിവുഡിന്റെയോ കോളിവുഡിന്റെയോ ഒരു നടൻ വന്നിട്ട് ഈ കൊച്ചിയിലെ ഒരു വലിയ ഫ്ലാറ്റിന്റെ കീ കൈമാറി ഏതോ ഒരു മിടുക്ക് കാണിച്ചിട്ടാണെന്നിരിക്കട്ടെ, വാപ്പാക്ക് എങ്ങനെ ആനന്ദ കണ്ണുനീർ പൊഴിക്കാൻ കഴിയും? കാരണം മകന് ഫ്ലാറ്റ് കിട്ടിയാൽ സ്വഭാവം മാറും. പിന്നെ ഉമ്മയെ വൃദ്ധസദനത്തിലായിരിക്കും കൊണ്ടാക്കുക, പിന്നെ വാപ്പായെ കൊണ്ടാക്കുന്നത് ആതുരാലയത്തിലായിരിക്കും. കാരണം മക്കൾക്ക് കിട്ടുമ്പോൾ മക്കൾക്ക് നല്ല തൊലിവെളുത്തൊരു പെണ്ടാട്ടിയെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വാപ്പ ഒരു തടസ്സമാണ്, ഉമ്മ ഒരു പ്രയാസമാണ്. പക്ഷേ ഈ പൊന്നുമക്കളുടെ കയ്യിലിരിക്കുന്ന ആ സനദ് വാങ്ങുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മാതാപിതാക്കളാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, കണ്ണിന് കുളിർമയാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ മക്കളെ പറ്റി സീനത്തഴകം എന്ന് പറഞ്ഞ ഖുർആൻ, ഫിത്ന നാശം എന്ന് പറഞ്ഞ ഖുർആൻ, അദുവ് ശത്രു എന്ന് പറഞ്ഞ ഖുർആൻ. നാലാമത് അല്ലാഹു പറയുന്നത് കണ്ണിന് ആനന്ദമാണ്, കണ്ണിന് കുളിർമയാണ്. നോക്കൂ, ഖുർആനില് 3 സ്ഥലത്ത് മാത്രമേ ഖുർറത്തു ഐൻ എന്ന് കാണാൻ കഴിയൂ. 3 സ്ഥലത്ത്. ഈ 3 സ്ഥലത്തും ഖുർറത്തു ഐൻ എന്ന് പറഞ്ഞത് എന്തിനെ സംബന്ധിച്ചാണെന്നറിയോ? ഒന്ന്,
ഈ പറഞ്ഞത് മക്കൾക്ക് വേണ്ടിയുള്ള ദുആ. കണ്ണിന് കുളിർമയായ 4 മക്കൾ. ഇപ്പോ രണ്ടാമതായിട്ട് കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞത് നൈൽ നദിയിലൂടെ ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ പേറ്റുനോവിന്റെ വേദന മാറും മുമ്പ് തന്റെ കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് നൈലിലൂടെ ഒഴുക്കാൻ അള്ളാഹുവിന്റെ ദിവ്യബോധനം വന്നപ്പോ റാംസീസ് രണ്ടാമൻ എന്ന സാക്ഷാൽ ഫറോവയെ പേടിച്ചുകൊണ്ട് ആ പെട്ടിയിൽ കുട്ടിയെ അടച്ചിട്ട് ഒഴുക്കി കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിൽക്കുന്ന ആസിയായും തന്റെ ഭർത്താവ് റാംസീസ് രണ്ടാമന്റെ കണ്ണിൽ ആ പെട്ടി ഉടക്കി ഓടി വന്ന് ആ പെട്ടിയെടുത്ത് ആസിയ ബീവി നോക്കുമ്പോ ഓമനത്തം തുളുമ്പുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരത്രേ മൂസ അലൈഹിസ്സലാം. ആ സമയത്ത് തന്റെ ഭർത്താവിനോട് പറഞ്ഞ വാക്കാണ് വഖാലത്ത് ഇംറഅത്തു ഫിർഔൻ ഖുർറത്തു ഐനുൻ ലി വലക്. ഏ ഭർത്താവേ, എനിക്ക് നിങ്ങൾക്കും കണ്ണിന് കുളിർമയാകും ഈ മകൻ. എനിക്കും നിങ്ങൾക്കും ഈ മകന് കണ്ണിന് കുളിർമയാകും. രണ്ടാമത് ഖുർആൻ പറഞ്ഞ കണ്ണിന് കുളിർമയും മക്കളെ സംബന്ധിച്ചാണ്. ഇനി മൂന്നാമത് കണ്ണിന് ആനന്ദ കുളിർമ എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുകയാണ് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും. ഒരിക്കലും അവരുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരം, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരം, ഒരു ഹൃദയത്തിൽ ഉദിക്കാത്ത ഹൃദ്യമായ, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുവ സ്വർഗം. ആ പരിശുദ്ധമായ സ്വർഗത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് കണ്ണിന് കുളിർമയെന്നാണ്. അതേ അല്ലാഹുവിന്റെ സ്വർഗത്തെ പറ്റി പറഞ്ഞ കണ്ണിന് കുളിർമ, അതേ വിശുദ്ധ ഖുർആനിലെ മക്കളെ പറ്റി പറഞ്ഞ കണ്ണിന് കുളിർമ, അതേ ഖുർആന് മൂസാ നബി എന്ന മകനെ പറ്റി പറഞ്ഞ കണ്ണിന് കുളിർമ. മക്കൾ കണ്ണിന് കുളിർമയായി ദുനിയാവിലെ മാറിയാൽ ആ മക്കള് നാളെ സ്വർഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. ആ സ്വർഗത്തിൽ നമ്മുടെ മക്കള് നമ്മുടെ എല്ലാമാണ്. അല്ലാഹ് പറയാതെ പറയുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പറയുന്നു, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറയിൽ നിന്ന്, അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വാപ്പയ്ക്ക്, ഒരു ഉമ്മയ്ക്ക് അള്ളാഹു ഇങ്ങനെ പദവികൾ കൊടുക്കുന്നത് കാണുമ്പോൾ ഓരോ പദവികൾ കിട്ടുന്ന സന്ദർഭത്തിൽ ചോദിക്കുന്നു, അന്നാലി ഹാദി, പടച്ചവനെ ഇതെവിടെന്നാണ്, ഇതെന്തിന്റെ പേരിലാണ് എനിക്ക് ഈ പദവി കിട്ടിയത്? ഓരോ തഹജ്ജുദിനും അല്ലാഹ് കൊടുക്കുന്ന പദവി, ഓരോ ളുഹാക്കും അല്ലാഹ് കൊടുക്കുന്ന പദവി, ഓരോ സ്വലാത്തിനും തസ്ബീഹിനും തക്ബീറിനും അല്ലാഹ് കൊടുക്കുന്ന പദവി. പക്ഷേ ഒരിക്കലും ഇതിനൊന്നും കിട്ടാത്ത വലിയ ഒരു പദവി അല്ലാഹ് സ്വർഗത്തിൽ കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റബ്ബി അന്നാലി ഹാദിഹി, ഇതെവിടെന്നാണ് പടച്ചവനെ എനിക്ക് കിട്ടിയത്? ഇതെന്തിന്റെ പേരിലാണ് എനിക്ക് ഈ പദവി നീ തന്നത്? ഫയഖൂൽ, അല്ലാഹ് പറയുന്നു, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകന്, നിന്റെ മകള് നീ മരണപ്പെട്ട് മണ്ണഞ്ചേരിയുടെ മണ്ണിനടിയിലായപ്പോൾ അതിന്റെ മുകളിലൂടെ നടന്നുപോയ നിന്റെ പൊന്നുമോൻ ഈ കിടക്കുന്നത് എന്റെ വാപ്പയാണല്ലോ, ഉമ്മയാണല്ലോ. അല്ലാഹുമ്മഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മഗ്ഫിർ ലി ഉമ്മീ, അല്ലാഹുവേ എന്റെ വാപ്പയ്ക്ക് നീ പൊറുക്കണേ അല്ലാ, എന്റെ ഉമ്മക്ക് നീ പൊറുക്കണേ അല്ലാ. ആ ഒരൊറ്റ വറക്കുമതി പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ പദവി ഇങ്ങനെ ഉയർന്നു പോകുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ കിട്ടിയതാണ്? മകനെ MBBS ആക്കുമ്പോ കിട്ടുന്നതല്ല, മകനെ LLB ആക്കിയപ്പോ കിട്ടിയതല്ല, മകനെ MB ആക്കിയപ്പോ കിട്ടിയതല്ല. മകനെ ഒരു നിലയിലുമുള്ള വിദ്യാഭ്യാസത്തിന്റെ അക്ഷരക്കൂട്ടങ്ങളെ തന്റെ പേരിന്റെ അകമ്പടി സേവിച്ചപ്പോൾ ആ പിതാവിന് മാതാവിന് കൊടുത്ത പദവിയല്ല. പിന്നെയോ ആ പ്രിയപ്പെട്ട മകന് മകൾക്ക് മദ്രസയിൽ കൊണ്ടുവന്ന അലിഫ് എന്ന അക്ഷരം എഴുതിയിട്ട് അദബിലൂടെ അള്ളാനെ പരിചയപ്പെടുത്തി കൊടുത്ത വാപ്പ. ആ വാപ്പയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പദവി, വാപ്പ 6 അടി മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ ആ പ്രിയപ്പെട്ട മകന്റെ നെഞ്ച് പൊട്ടുകയാണ്. ആ മകന്റെ പ്രാർത്ഥന അല്ലാഹ് കേൾക്കുകയാണ്. ആ മകളുടെ ദുആ അല്ലാഹ് കേൾക്കുകയാണ്. മരിച്ചു പോയാലും മുറിയാതിരിക്കുന്ന 3 എണ്ണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്ന്, നമ്മൾ കൊടുത്ത സദഖ. ആ സദഖ ഖബറിൽ കിടന്ന് കിട്ടൂല, ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഒഴുകി വരും.
പക്ഷെ ഖബറിൽ കിടന്നിട്ട് വീണ്ടും സ്വതക്ക കൊടുക്കാൻ പറ്റൂല. രണ്ടാമത്തേത് അമലുൻ സാലിഹ്, അവൻ ചെയ്ത സുഹൃതങ്ങളാണ്. ആ സുഹൃതങ്ങളുടെ പ്രതിഫലം അവന്റെ ഖബറിൽ വരും. പക്ഷേ ഖബറിൽ കിടന്ന് സുഹൃതം ചെയ്യാൻ പറ്റില്ല. എന്നാൽ മൂന്നാമതവന്റെ ഖബറിൽ വരുന്നത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആരക്കുന്ന സന്താനങ്ങളാണ്. ആ സന്താനങ്ങളുടെ ദുആ ഇലാ യൗമിൽ ഖിയാമ കിട്ടുന്നു. കാരണം എന്റെ മകനെ ഞാൻ പഠിപ്പിച്ചു വലുതാക്കി, അവൻ പഠിച്ചു, ഞാൻ മരിച്ചപ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു. ഞാൻ പകർന്നു കൊടുത്ത പാഠത്തിൽ നിന്ന് എന്റെ മകൻ അവന്റെ മക്കളെ പഠിപ്പിച്ചു. ആ മക്കള് ദുആ ചെയ്യുന്നു എന്റെ പിതാക്കന്മാർക്ക്. അല്ലാഹുവേ, എന്റെ ആബായിന് നീ പുറത്തു കൊടുക്കണേ. അവന്റെ വാപ്പയായ എന്റെ മകന് മാത്രമല്ല ദുആ കിട്ടുന്നത്, അവന്റെ ഉപ്പയായ എനിക്കും കിട്ടും അതിന്റെ ഒരു വിഹിതം, ഒരു പരമ്പര തന്നെ അവന് ദുആ ചെയ്യാനുണ്ടാകും ഇലാ യൗമിൽ ഖിയാമ. നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന നശീകരണായുധത്തിൽ ഊതുന്നത് വരെ ഈ മക്കള് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം.